മോനെ നീ ഇറങ്ങിയ? അല്ല, കുറച്ച് തിരക്കുണ്ട് അമ്മാവ. ഒരുപാട് സ്ഥലത്തേക്ക് പോകാനുള്ളല്ലേ. മറ്റേ വാക്വം ക്ലീനർ വിൽക്കാൻ. മറ്റേ സ്റ്റാൻഡ് എടുത്തില്ല. പോട്ടെ. ഹലോ. അവരിവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങളിലൊന്നും വ്യത്യാസം വരരുത്. എല്ലാം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതി. വയസ്സാവും തോറും അമ്മാവൻ്റെ കുട്ടിക്കളികൾ കൂടിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു നറുക്കെടുപ്പിന് പോയി നമ്മുടെ രണ്ടുപേരുടെയും പേര് എഴുതിയിടും. ഒരു കണക്കിന് ഇങ്ങനൊരു യാത്ര നന്നായില്ലേ? എനിക്കല്പം ഹരിയോട് സംസാരിക്കാനുണ്ടായിരുന്നു. സംസാരിക്കാൻ എനിക്കും ഉണ്ടായിരുന്നു. എന്നാ ഹരി പറയൂ. ലേഡീസ് ഫസ്റ്റ് എന്നല്ലേ? ആദ്യം നിത്യ പറയൂ, കേൾക്കട്ടെ. ഇന്നലെ ഞാൻ മക്കളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ എന്നോട് ശ്രേയയും ഗ്രീഷ്മയൊക്കെ അവരുടെ അമ്മമാര് അവരെ സ്നേഹിക്കുന്നതിനെ കുറിച്ച് പറയും. എന്ത് രസാന്നറിയോ കേൾക്കാൻ. അവരെ കുളിപ്പിക്കുന്നതും കണ്ണെഴുതിക്കുന്നതും പൊട്ടു തൊടിയിക്കുന്നതും അമ്മമാരാ. ഒരു കാര്യം ചെയ്യാൻ കല്യാണി, നാളെ മുതൽ കല്യാണിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നിത്യമ്മയോട് ഞാൻ പറയാം. വേണ്ട ആദി, നിത്യാമ്മ ആദിയുടെ അമ്മയല്ലേ. അമ്മ എന്നെ ചീത്ത പറയും. എന്നെ കാണുന്ന ഇഷ്ടമല്ല. എന്നാ കുറച്ചു മുന്നേ ഞാൻ അമ്മയെ ചെന്നൊന്ന് തൊട്ടു നോക്കിയില്ലേ. എന്തൊരു സുഖാണെന്നറിയോ അമ്മയെ തൊടുമ്പോ. ഒരമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം പ്രകൃതി തീരുമാനിച്ചതാണ്. നമുക്ക് ചിലപ്പോ കുറച്ചു നാള് തടസ്സം സൃഷ്ടിക്കാൻ പറ്റുമായിരിക്കും, ചിലപ്പോ കുറെ നാള് മറപിടിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ കുറെ നാള് കഴിയുമ്പോ രക്തം രക്തത്തെ തേടിപ്പോവും. കല്യാണി ഹരി നോക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. പക്ഷെ കുറച്ചുനാൾ കഴിയുമ്പോൾ, മുതിരുമ്പോൾ, അവൾ സ്വതന്ത്രമായി ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ, അവൾ അവളുടെ അമ്മയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ചിലപ്പോൾ അവള് വീണിന്റെ അടുത്തേക്ക് പോയെന്ന് വരാം. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. അമ്മ അത്രയ്ക്കും അതിശക്തിയായ ഒരു ശക്തിയാണ്. അന്ന് കല്യാണി വീണയുടെ അടുത്തേക്ക് പോയാല് ഹരിക്കത് താങ്ങാൻ പറ്റുമോ? ഇതെന്തൊരു ചോദ്യാടോ. അതിനേക്കാൾ ഭേദം മരണമല്ലേ? അതുകൊണ്ടാ ഹരി ഞാനിപ്പോ ഇത് പറയുന്നത്. കല്യാണിക്ക് അവളുടെ അമ്മയെ വേണം. ഹരി വിചാരിച്ച ഈ പ്രശ്നം നിസ്സാരമായിട്ട് തീരും. വീണയ്ക്ക് പ്രശ്നങ്ങളില്ലെന്നല്ല, പക്ഷേ ആ പ്രശ്നങ്ങൾ പറഞ്ഞു പരിഹരിക്കാൻ ഹരിക്ക് പറ്റും. അവളെ മാറ്റിയെടുക്കാൻ പറ്റും. ഒരു കാര്യം ഹരി മനസ്സിലാക്കിക്കോളൂ. കല്യാണിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഹരി സാധിച്ചു കൊടുക്കുന്നില്ലേ? പക്ഷെ അവളുടെ ജീവിതത്തിൽ അവൾ ഏറ്റവും വിലപ്പെട്ടതായി കരുതുന്നത് അവളുടെ അമ്മയാണ്. അതുകൊണ്ട് ഹരി വീണയ്ക്ക് മാപ്പ് കൊടുക്കണം. ഹരി വീണയെ ജീവിതത്തിലേക്ക് കൂടണം. ഇതെൻ്റെ ഒരു റിക്വസ്റ്റാണ്.
നമുക്കെന്നും നല്ല സുഹൃത്തുക്കളായിരിക്കാം ഇതുപോലെ. എന്നിട്ട് പതിയെ ഞാനും ജീവനിലേക്ക് തിരിച്ചു പോവാം. അതിനുള്ള മാറ്റങ്ങൾ ജീവനിലുണ്ടെന്ന് മനസ്സിലായി. ഹരിയെന്താ ഒന്നും പറയാതെ? പറയാനെന്താ, ഒരുപാട് ആലോചിക്കേണ്ട കാര്യമല്ലേ താൻ പറഞ്ഞത്. ആലോചിക്കട്ടെ. ഹരിക്കെന്താ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് പറ. അതൊന്നുമില്ല. പറയേ, എന്നോടല്ലേ? വേണ്ടടോ, താൻ പറഞ്ഞ കാര്യത്തിൽ തന്നെ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെന്നും രണ്ട് ധ്രുവങ്ങളിലായിരുന്നു, കൂട്ടിമുട്ടാത്തവർ. അതങ്ങനെ തന്നെ പോട്ടെ. ഹരി, സോറി ഹരി, നിത്യയുടെ സാരി ഡോറിൽ കുടുങ്ങി വെളിയിൽ കിടക്കുക. അത് പറയാൻ വേണ്ടി നിങ്ങളെ ഫോളോ ചെയ്തേ. എന്തായാലും നിർത്തിയില്ലേ, നമുക്കൊരു ചായ കുടിച്ചാലോ? ദേ, അവിടെ ഒരു കടയുണ്ട്. ഹാ, വാ ഹരി, ഒരു 5 മിനിറ്റ് അല്ലേ ഉള്ളൂ. എന്നെ ഫോളോ ചെയ്താൽ മതി.
ചേട്ടാ 3 ചായ. ഇന്നെനിക്ക് കുറച്ചധികം ഓർഡറുള്ള ദിവസം. നല്ല തിരക്കായിരിക്കും. ജോലിയൊന്നും മെച്ചപ്പെട്ടു തുടങ്ങി. അധികം വൈകാതെ ഒരു സ്ഥാനക്കയറ്റം കിട്ടിയേക്കാം. പക്ഷേ ഒരു കാര്യം, ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്നതിനേക്കാൾ ഞാനിത് എൻജോയ് ചെയ്യുന്നു. പുതിയ ആളുകളെ കാണാം, പുതിയ അനുഭവങ്ങളൊക്കെ ഉണ്ടാവുന്നു. അതൊരു രസമല്ല. ആ കുടിക്ക്. രണ്ടാളും ഷെയർ ആണെന്നാ തോന്നുന്ന മച്ചാനെ. ഷെയർ ഇട്ടാൽ എന്താ, സംഗതി നല്ലതല്ലേ? നോക്കടാ. ആഹാ, നല്ല സോഫ്റ്റ്. പലകാരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം. നമ്മൾ ചെയ്ത തോന്നിയാസം അണ്ണന്മാർക്ക് എന്തും ആവാം. അതെ, ആരും ചോദിക്കില്ല. അത് തന്നെയാടാ അവന്മാർക്ക് സൗകര്യം. ആ അതെ അതെ, വല്ലാത്ത സൗകര്യല്ലേ. അവൾക്കാണെങ്കിൽ ഒരു പരാതിയില്ല, രണ്ടും സമാസമം. അതെ അതെ. എന്താടാ പറഞ്ഞേ? എന്താണ്? എന്താടാ താനാരാ ഞങ്ങളെ ചോദിച്ചേ? നിനക്ക് അറിയണോടാ ഞാൻ ആരാണെന്ന്? എന്തോടെ കാണിക്കുന്നേ? എന്തേ കാണിക്കുന്നേ? ഹരി പറയുന്ന കേക്ക്. സോറി, എന്തൊക്കെയാ കാണിക്കുന്നേ? വന്നപ്പം മുതൽ ഞാൻ ശ്രദ്ധിക്കുന്ന അവന്മാരുടെ ഇളക്കങ്ങള്. വിട്ടുകളഞ്ഞേക്ക്, പിള്ളേരല്ലേ. എന്ത് പിള്ളേര്? ഇവന്മാർക്കൊക്കെ ഓരോ തോന്നലുണ്ട്. ഒരു ന്യൂജൻ ഗ്ലാസും വെച്ച എന്തോ ആവാന്ന്. എടാ നിനക്കൊക്കെ നല്ല അടി കിട്ടാത്ത കുഴപ്പം. പറയുന്ന കേക്ക്. ഇങ്ങോന്നേ, ഇങ്ങോന്നേ, വാ നിത്യ വന്നേ. വാ. എന്താ ഹരി ഇത്?
ഞാൻ കരുതിയത് താൻ നല്ല ക്ഷമയുള്ള ആളാണെന്ന്. ഇതൊന്നും സഹിക്കാൻ എന്നെ കൊണ്ടാവില്ല ജീവൻ. അതൊക്കെ ഓക്കെ. താൻ വണ്ടി കയറ്. കയറ്. നിത്യം കയറ്. കയറ്. ചെല്. കയറ്. തുഴക്കേ. ഹലോ. വഴിവെക്കലും നമ്മൾ കാണുന്നവരൊക്കെ ഒരുപോലെ ആവണമെന്നില്ല. ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ നിത്തിക്കല്ലേ അതിൻ്റെ കുഴപ്പം. താൻ വണ്ടി എടുക്കാൻ നോക്ക്. നിത്യേ, താൻ ഇയാളെ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്ക്. സംഹാരം അത് അസുരന്മാർക്കുള്ളതല്ലേ. ഹരിസാർ പോ. കണ്ടോ ഹരി, ജീവനിൽ വന്ന് മാറ്റം കണ്ടോ? പഴയ ജീവനായിരുന്നെങ്കിൽ ആ പിള്ളേരെ കൊന്നനെ. ആകെ നാണക്കേടാ. സാരമില്ല, അവര് പോയില്ലേ, നീ കേറ്. എന്താടാ അവിടെ എന്തെങ്കിലും പറഞ്ഞോ കൊന്നുകളയും ഞാൻ, കേട്ടോ? ഇവിടെയാണോ? അത് തന്നെ ഞാനും നോക്കുന്നത്. ഈ RK ഏജൻസീസ് പോലൊരു സ്ഥാപനം അവരുടെ ഓഫീസ് ഇങ്ങനൊരു സ്ഥലത്ത് നടത്തും. അഡ്രസ് പറഞ്ഞത് കറക്റ്റ് ആയിരിക്കില്ലേ? ആ, അത് കറക്റ്റാ. പക്ഷേ എനിക്ക് തോന്നുന്നില്ല, ഒരിക്കലും ആയിരിക്കില്ല. അത് തന്നെ എനിക്കും തോന്നുന്നത്. ഇവിടെയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളുടെ ലക്ഷണങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ അമ്മാവൻ എന്തെങ്കിലും തെറ്റുപറ്റിയാണെങ്കിലോ? ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. മെനക്കെടുപ്പേ ഹരി സമയത്തിന് എത്തിയാകും. എടാ, നിങ്ങൾ അവിടെ എത്തിയാ? അമ്മാവനോട് അവർ പറഞ്ഞ ഹോട്ടലിൻ്റെ പേരൊന്നും മാറിപ്പോയിട്ടില്ലല്ലോ? ഇല്ല. എന്ത് പറ്റി? അല്ല, ഞങ്ങൾ ഈ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ വന്നു. പക്ഷേ ഇതൊരു ചെറിയ ലോഡ്ജാ. ഇവിടെയെങ്ങും ആരെയും കാണാനില്ല. അല്ല, എന്തെങ്കിലും ഫംഗ്ഷൻ ആകുമ്പോൾ അങ്ങനെയൊന്നും അല്ലല്ലോ. അല്ല, അതെന്താ പറ്റിയേ? എടാ, എന്തായാലും അവർ വിളിച്ച് പറ്റിക്കൊന്നും ചെയ്യില്ല. അല്ല, അവർ വിളിച്ച് പറ്റിക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. ഈ സ്ഥലം ഇതല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്.